സഹനത്തിന്റെ വിശുദ്ധ വാരാചരണവുമായി ചെറിയകടവ് സെന്റ് ജോസഫ് പള്ളി. മാർച്ച് 28-ന് പെസഹ വ്യാഴ ദിനത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പിൽ OCD-യും മാർച്ച് 29 ദുഃഖവെള്ളി ദിനത്തിൽ ഫാദർ ഷിബു സേവ്യർ കോലത്തും വീട്ടിൽ OCD-യും വലിയ ശനിയാഴ്ച ഫാദർ വിപിൻ ഡിക്രൂസ് OSD എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശുദ്ധ വാര തിരുക്കർമ്മങ്ങളിൽ എല്ലാ വിശ്വാസികളും പങ്കുചേരണമെന്നും ഭക്തിയാദരപൂർവ്വം കൊണ്ടാടാൻ എല്ലാ സൗകര്യങ്ങളും ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും വികാരി സെബാസ്റ്റ്യൻ പനഞ്ചിക്കൽ. പെസഹ കുഞ്ഞാടായ യേശുനാഥന്റെ തിരുവത്താഴം, പീഡാസഹനം, കുരിശുമരണം, ഉദാനം എന്നീ ദിവ്യരഹസ്യങ്ങളുടെ സ്മരണ പുതുക്കുന്ന വിശുദ്ധ വാരാചരണം ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടാനൊരുങ്ങുകയാണ് ചെറിയകടവ് സെന്റ് ജോസഫ് പള്ളി. തിരുക്കർമ്മങ്ങൾക്ക് മുന്നോടിയായി മാർച്ച് 28-ന് നടക്കുന്ന പെസഹ വ്യാഴാഴ്ചയിൽ വൈകിട്ട് 5:30-ന് തിരുവത്താഴപ്പൂജ, കാൽക്കഴുകൽ ശുശ്രൂഷ, ദിവ്യബലി എന്നീ ചടങ്ങുകൾക്ക് ഫാദർ സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദിവ്യകാരുണ്യം, പ്രദക്ഷിണം, ആരാധന എന്നിവയുമുണ്ടാകും. ഫാദർ ഷിബു സേവ്യറിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദുഃഖവെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പീഡാനുഭവ പ്രസംഗം, നഗരി കാണിക്കൽ, തുടർന്ന് 10 മണിയോടെ ദേവാലയമുറ്റത്ത് കുരിശിന്റെ വഴിയും 12 മണിക്ക് കബറടക്ക ശുശ്രൂഷകളും നടക്കും. വലിയ ശനി ദിവസത്തിൽ രാത്രി 11:30-ന് പെസഹ പ്രഘോഷണം, ജ്ഞാനസ്നാനവ്രത നവീകരണം, ഉയിർപ്പ് ബലി എന്നിവയ്ക്ക് റെവറൻഡ് ഫാദർ വിപിൻ ഡിക്രൂസ് OSD മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈസ്റ്റർ ദിനമായ മാർച്ച് 31-ന് രാവിലെ ഉയിർപ്പ് തിരുനാൾ, ദിവ്യബലി, പ്രസംഗം എന്നിവയും ഉണ്ടാകുമെന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പനഞ്ചിക്കൽ അറിയിച്ചു. നമുക്കറിയാം, ക്രിസ്മസ് അത് കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം മോചിക്കുവാൻ ഈ ഭൂമിയിലേക്ക് നമുക്കായി നൽകിയതാണ് ക്രിസ്തു. പൗലോസ്ലീഹ പറയുന്നതുപോലെ അവൻ നമ്മെപ്പോലെ എല്ലാ കാര്യങ്ങളിലും സമനായിരുന്നു, പാപം ഒഴികെ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോലെ ജീവിച്ച ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് തൻ്റെ ജീവൻ ഈ ഭൂമിയിൽ ബലികഴിച്ചവനാണ്. എല്ലാവരാലും നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും അവിടുന്ന് കുരിശിൽ പീഡകൾ സഹിച്ച് മരിച്ചതാണ്. പക്ഷേ അവിടെ തീർന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇത് നമുക്കുള്ള വലിയൊരു ഉയർപ്പാണ്. കാരണം നമ്മുടെയും ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം, വേദനകളുണ്ടാകാം. പക്ഷേ നമ്മളവിടെ തളർന്നു പോകുന്നില്ല. നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള വലിയ വാഗ്ദാനം ക്രിസ്തു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടാനല്ല, പ്രത്യാശിക്കുവാനാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുക. അപ്പോൾ ഉയർപ്പ്, ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഉയർത്തെഴുന്നേൽക്കുക. നിൻ്റെ ജീവിതത്തിലെ കഷ്ടതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും നിനക്കായി ഉയർക്കപ്പെടുവാൻ നിൻ്റെ രക്ഷകൻ ഇതാ നിൻ്റെ കൂടെയുണ്ട്. ആ ക്രിസ്തു നമ്മളെ നയിക്കട്ടെ. ഉത്ഥാനത്തിൻ്റെ വലിയ നന്മയും ഉത്ഥാനത്തിൻ്റെ വലിയ മഹത്വവും നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ നിറയട്ടെ. ഉയർപ്പിൻ്റെ, ഈസ്റ്ററിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. ഓർക്കുക, ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉയർപ്പുണ്ട്. നിരാശപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുക. ക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.